ഹായ് ഹലോ നമസ്കാരം. ഒരു കാര്യം പറയാനാണ് വന്നതേ. മനസ്സിനൊരു സമാധാനം സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഞാൻ നോക്കുന്നത് ഏറ്റവും കൂടുതൽ. യൂട്യൂബിൽ സിനിമയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പഴയ സിനിമകളൊക്കെ തപ്പിപ്പിടിച്ചിരുന്ന് കാണും. അങ്ങനെ തപ്പിപ്പിടിച്ച് കാണുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന നോട്ടിഫിക്കേഷൻ വരുന്നത് റിയാക്ഷൻ വീഡിയോസ് ആയിരിക്കും. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതെല്ലാം അടിപൊളിയാണ് എല്ലാവരും. പക്ഷേ ഒരേ ഒരു പേര്, ഒന്ന് രേണുസുതി, രണ്ട് ജസ്ന, പിന്നെ വേറെ ഏതോ ഒരു ചേച്ചിയും കൂടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവർ കാരണം ഇപ്പോൾ എന്ത് നോക്കിയെടുത്താലും ഒന്നുകിൽ രേണുസുതിയെക്കുറിച്ച് ട്രോൾ വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ആയിരിക്കും. ഓക്കെ, കാണാം, കുഴപ്പമില്ല, കണ്ടല്ലേ പറ്റും. കാണാൻ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും, പക്ഷെ വീണ്ടും കാണേണ്ടി വരും. രേണുസുതി ചേച്ചി പിന്നെയും സഹിക്കും, ജസ്ന ചേച്ചി സഹിക്കാനേ പറ്റത്തില്ല. ശ്രീ ഗുരുവായൂരപ്പനെ വെച്ചിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. കൃഷ്ണൻ്റെ വലിയ ദൈവമേ എന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. കാണുമ്പോൾ വിഷമം വരുന്നത്, ദേഷ്യത്തെ കൊണ്ടുള്ള വിഷമം എനിക്ക് വരുന്നത്. ഇങ്ങനൊന്നും ചെയ്യരുത്. ചിലപ്പോൾ അവർക്ക് പടം വരയ്ക്കാനുള്ള കഴിവുണ്ട്, എല്ലാം ആയിക്കോട്ടെ, വരച്ചോട്ടെ, ആരും എതിരെ നിൽക്കുന്നില്ല. പക്ഷെ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്. ഓരോരോ ആൾക്കാരെ കുറിച്ച് എന്തൊക്കെ തോന്നിയ ദിവസങ്ങളാ ചേച്ചി പറയുന്നത് തന്നെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. കൃഷ്ണൻ്റെ ആരായിരിക്കും സങ്കടം വരുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഓരോരോ വാർത്തകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴേക്കും ഇത് വരുന്നത്. അപ്പോൾ നമ്മുടെ ബഹുഭാഗം മാറും, ദേഷ്യമാവും. പിന്നെ വീണ്ടും നമുക്ക് വിഷമം വരുന്ന വാർത്ത പിന്നെയും കാണുന്നത്, പിന്നൊരു സങ്കടം, സഹതാപം, ഇതൊക്കെ ആയിരിക്കും. രേണുസുതി ചേച്ചി സഹിക്കാൻ കേട്ടോ, പക്ഷെ ജസ്റ്റിനെ പറ്റത്തില്ല. എനിക്കിത്രേ പറയാനുള്ളൂ. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്, എനിക്ക് പറയാൻ തോന്നിയത് ഞാൻ എൻ്റെ ചാനലിൽ പറയാം.